പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ അടുത്താണ്. പാലിയേറ്റീവ് കെയറിൻ്റെ ശുശ്രൂഷ എന്നത് ജീവിതത്തിൻ്റെ വർഷമായിട്ട് ഇങ്ങനെ കിടപ്പാണ്. ഒരുപാട് ആശുപത്രിയിലൊക്കെ ചികിത്സിച്ച് ആ സപ്ത പദ്ധതികളിൽ നിറവ് എന്ന പദ്ധതിയും തണൽ എന്ന പദ്ധതിയും പാലിയേറ്റീവ് കെയർ എന്ന ഇന്നത്തെ ദിവസം ഒറ്റ ടാസ്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കുള്ള ആ ടാസ്ക് കാണിച്ചോ. ബാലനഗരം ഏരിയയിലുള്ള ശുശ്രൂഷയാണ് ഇന്നേ ദിവസം നടക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ചിരിഞ്ഞിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയം ഇതാണ്: ദാരിദ്ര്യം അനുഭവിക്കുന്നവരോടുള്ള ക്രൈസ്തവ പ്രതികരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സഭയിൽ ചിന്തിക്കേണ്ടായത്. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ മഹായിടവകയിൽ അനേകം ഒരു നേരത്തെ മരുന്ന് വാങ്ങാനോ മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം പേർക്ക് ശുശ്രൂഷ ചെയ്തു വരുന്ന, നാളുകളായി ശുശ്രൂഷ ചെയ്തു വരുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ അടുത്താണ്. നമുക്ക് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലൂടെ ചിരിയേക്കാൾ ഉപരിയായി ചിന്തിക്കുവാൻ വേണ്ടി നമുക്ക് വരിക. നിങ്ങളെല്ലാവരെയും ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാലിയേറ്റീവ് കെയർ ഈ നാളുകളിൽ ശക്തമായുള്ള നേതൃത്വം നൽകുന്ന പാലിയേറ്റീവ് കെയറിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ട റവറൻഡ് ഷൈൻ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദക്ഷിണ കേരള മഹായിടവകയിൽ പാലിയേറ്റീവ് കെയറിൻ്റെ ശുശ്രൂഷകൾ ഈ നാളുകളിൽ മഹത്തരമായി നടന്നു വരികയാണ്. അഭിമന്യ മോസ്റ്റ് റവറൻഡ് എ ധർമ്മരാജ് പ്രസാദം തിരുമനസിൻ്റെയും ഡോക്ടർ ടി പ്രവീൺ സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പാലിയേറ്റീവ് കെയറിൻ്റെ ശുശ്രൂഷ മഹത്തരമായി നിർവഹിക്കപ്പെടുന്നു. 9 ഏരിയകളിലായി 13 പാലിയേറ്റീവ് കെയർ സെൻ്ററുകൾ ഈ നാളുകളിൽ പ്രവർത്തിച്ചു വരുന്നു. 2 ആംബുലൻസും 4 ഡോക്ടർമാരും 2 നഴ്സുമാരും, ഓരോ ഏരിയയ്ക്കും ഓരോ പുരോഹിതർ എന്ന നിലയിൽ ഈ ശുശ്രൂഷ ടീമായി നിർവഹിച്ചു വരികയാണ്. 1700-ലധികം രോഗബാധിതർ പാലിയേറ്റീവ് കെയറിലെ കുടുംബത്തിലെ അംഗങ്ങളാണ്. HIV എയ്ഡ്സ് ബാധിതരായി, ക്യാൻസർ രോഗികളായി, കിടരോഗികളായി, മറ്റ് മാറാരോഗങ്ങളാൽ ഏറെ വേദനപ്പെടുന്നവരാണ് ഈ കുടുംബത്തിലെ അംഗങ്ങൾ. ആവശ്യമനുസരിച്ച് അവർക്ക് ആവശ്യമായ മരുന്നും അതോടൊപ്പം ഇയർബഡ്, വീൽ ചെയർ, വാക്കർ, ഡൈപ്പർ, ധനസഹായം എന്നീ നിലകളിൽ അവരുടെ ആവശ്യം മനസ്സിലാക്കി ഈ നാളുകളിൽ അവരെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. ഒരു അനുഭവം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പേ ലാലു എന്ന 38 വയസ്സുകാരൻ എല്ലാ ആഴ്ചയും ഞങ്ങളുടെ സെന്ററിൽ കടന്നു വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ രോഗം ക്യാൻസറാണ്, വായിലാണ് ക്യാൻസർ. 1-2 ആഴ്ചകളായി ലാലുവിനെ കാണാതായപ്പോൾ ഞാനും ടീമംഗങ്ങളുമായി ആ ഭവനത്തിലേക്ക് കടന്നുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും അവിടെ നിന്ന് മാറി നിന്നു. ലാലു എവിടെ എന്ന് ചോദിച്ചിട്ട് അവരൊന്നും ഉത്തരം പറഞ്ഞില്ല. ഞാൻ ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ പല ആവർത്തി ആ ഭവനത്തിൽ പോയിട്ടുണ്ട്. ലാലു കിടക്കുന്ന മുറിയിലേക്ക് നോക്കിയപ്പോൾ കട്ടില് മാത്രം കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഞാൻ വീണ്ടും ആ മുറിയിലേക്ക് പ്രവേശിച്ചു. തറയിൽ അസ്ഥി കഷ്ണം കണക്കെ കിടക്കുന്ന ലാലു 2 കരങ്ങളും എടുത്ത് എന്നെ തൊഴുകയാണ്. പുറത്തുനിന്നോ അകത്തേക്ക് കടന്നതിൻ്റെ ഒരു കണ്ണിൽ അധികം പ്രകാശമടിച്ചതിനാൽ ഇരുട്ട് നിറഞ്ഞിരുന്നു. ഞാൻ കുറെ കൂടെ അടുത്തേക്ക് കടന്നുപോയി. നിലത്ത് ഇരുന്നു. കാണുവാൻ കഴിഞ്ഞത് ഒരു ഭാഗം മുഴുവനും മാംസം നഷ്ടപ്പെട്ട് പല്ലുകൾ മാത്രം പുറത്ത് കാണുവാനായിട്ട് കഴിയുന്ന ലാലുവിനെയാണ്. മാംസമില്ലാത്ത ആ പല്ലുകൾ കാട്ടി ലാലു എന്നെ നോക്കി ചിരിച്ചു. അവൻ സ്നേഹിക്കുന്ന
ഒരു പ്രത്യാശ പോലെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എന്നെ നോക്കുകയായിരുന്നു. ഞാൻ വീണ്ടും അടുത്തേക്ക് ചേർന്ന് നോക്കുമ്പോൾ വെള്ള നിറത്തിൽ എന്തോ അവൻ്റെ മുഖത്ത് ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന കണ്ടു. നോക്കിയപ്പോൾ വ്യക്തമായി ലൈറ്റിട്ട് നോക്കിയപ്പോൾ ഒരു കവറിൽ നാം പച്ചരി എടുത്ത് നിലത്തേക്ക് തട്ടുമ്പോൾ എങ്ങനെയാണോ പുഴുക്കൾ അല്ലെങ്കിൽ പച്ചരിയെ കാണുന്നത് പോലെ പുഴുക്കൾ ഇങ്ങനെ ഈയല് പെരുകി വരുന്നത് പോലെ ആ മുഖത്തുനിന്ന് കാണുവാനായിട്ടാണ് എനിക്ക് കഴിഞ്ഞത്. അവനാ ദൗർബല്യമുള്ള ആ കരങ്ങൾ എൻ്റെ ഭാഗത്തേക്ക് നീട്ടി. ആ കരങ്ങളെ ഞാൻ ചേർത്ത് പിടിച്ചു. അവന് ഞാനൊരു ഉമ്മ കൊടുത്തു. അവൻ്റെ കരങ്ങളിലൂടെ പുഴുക്കൾ അപ്പോഴും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. പാലിയേറ്റീവ് കെയറിൻ്റെ ശുശ്രൂഷ എന്നത് ജീവിതത്തിൻ്റെ അവസാനം കാത്തു കിടക്കുന്നവർക്ക് ഒരു പ്രത്യാശ പകരുകയാണ്. ഒരു ഡോക്ടറിൻ്റെ, ഒരു നേഴ്സിൻ്റെ, ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം. ഒരു പുരോഹിതൻ അവർക്കൊരു ദൈവദൂതനാണ്. ലാലു 3-ാം ദിവസം ഈ ലോകം വിട്ട് എടുക്കപ്പെട്ടു. ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും ഞാൻ കർത്താവിനുള്ളവരത്രേ എന്ന പൗലൂസിന്റെ വാക്കുകൾ പാലിയേറ്റീവ് കെയറിന്റെ ഒരു കീ വാക്യമായി ഈ നാളുകളിൽ അനേകർക്ക് ആശ്വാസം പകരുകയാണ്. ഈ കാണുന്ന കുഞ്ഞുങ്ങളോടും മുതിർന്നവരോടും പറയുവാനുള്ളത്, ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നൽകിയിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വേദനിക്കുന്നവർക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കാം. ഈ സെന്ററുകൾ നമുക്ക് സന്ദർശിക്കണം. രോഗികളെ അവരുടെ ഭവനത്തിൽ പോയി കാണുവാനുള്ള അവസരവും ഈ നാളുകളിലുണ്ട്. ഈ നാളുകളിൽ ഭാരിച്ച ധനപരമായ ആവശ്യങ്ങളുണ്ട്. ധനപരമായി ഈ ശുശ്രൂഷയെ നമുക്ക് കരതാങ്ങുവാൻ കഴിയും. ബെഡ്ഷീറ്റായി, സോപ്പായി, ഡെറ്റോളായി, ഡൈപ്പറോ, വീൽ ചെയറോ, ഇയർബഡോ, ഏത് തലങ്ങളിലും നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ കരതാകാം. അതിലുപരി മരണം കാത്ത് വേദന കടിച്ചമർത്തി കഴിയുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പരിസരങ്ങളിൽ ജാതി മത വ്യത്യാസമില്ലാതെ വേദന അനുഭവിക്കുന്നവർ പാലിയേറ്റീവ് കെയറുമായി ഈ കുടുംബത്തോട് ബന്ധിപ്പിക്കുക. അഭിമന്യ തിരുമേനിയും ഡോക്ടർ ടി പ്രവീൺ സാറും നേരിട്ടാണ് ഈ ശുശ്രൂഷയെ നാളുകളിൽ വളരെ ശക്തമായി നേതൃത്വം നൽകുന്നത്. എല്ലാവരും ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ നാളുകളിൽ നമ്മുടെ മഹയുടെ സെക്രട്ടറി പാലിയേറ്റീവ് കെയറിൻ്റെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്തു വരുന്നു. പ്രിയപ്പെട്ട സാറിൻ്റെ വാക്കുകളും നമുക്ക് ഈ സമയം കേൾക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. 2020 ഡിസംബർ 8-ാം തീയതി ദക്ഷിണ കേരള മഹായിടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിട്ട് ഞാൻ ചാർജ് ഏറ്റെടുക്കുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ ദർശനത്തിൻ പ്രകാരം ദക്ഷിണ കേരള മഹായിടവകയുടെ പ്രവർത്തനങ്ങൾ ഇന്നാളുകളിൽ നടത്തി വരുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ അഭിവന്ദ്യ തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് സപ്ത പദ്ധതികൾ വഴി ക്രിസ്തുവിൻ്റെ ദൗത്യപൂർത്തീകരണം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. ആ സപ്ത പദ്ധതികളിൽ നിറവ് എന്ന പദ്ധതിയും, തണൽ എന്ന പദ്ധതിയും, പാലിയേറ്റീവ് കെയർ എന്ന പദ്ധതിയും, ആർദ്രം എന്ന പദ്ധതിയും, ജീവൻ രക്ഷ എന്ന പദ്ധതിയും, മംഗല്യ എന്ന പദ്ധതിയും, വിശക്കുന്നവന് അന്നം എന്ന പദ്ധതിയുമായിട്ട് ഇന്നാളുകളിൽ ദക്ഷിണ കേരള മഹായിടവക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളിലും ആയിരിക്കുകയാണ്. ക്രിസ്തുവിൽ പ്രിയരെ, അനേകം പ്രതിസന്ധികളിലായിരിക്കുന്ന, പ്രതികൂലങ്ങളിലായിരിക്കുന്ന, കഷ്ടതയിലായിരിക്കുന്ന, യാതനയിലായിരിക്കുന്ന, ആക്ഷേപങ്ങളാൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന, വിമർശനങ്ങളാൽ ആകുലപ്പെടുന്ന, കുറ്റാരോപണങ്ങളാൽ അകപ്പെട്ടിരിക്കുന്ന ഒട്ടനവധി പീഡിതരായ, കഷ്ടത അനുഭവിക്കുന്ന ഒരു ജനതയാണ് CSI ജനത. അതിൽ തന്നെ CSI ആകമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ രോഗപീഡിതരായിരിക്കുന്ന, സുഖകരമായ മരണം ലഭിക്കാത്ത, വളരെ വേദനയോടുകൂടി ഇത് എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് രോഗത്തെ പഴിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് നിർവാഹമില്ലാതെ, സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ വ്യാകുലപ്പെട്ട് കഴിയുന്ന
ഒട്ടനേകം പേർ നമ്മുടെ CSI സഭയിലുണ്ട്. ഇന്നാളുകളിൽ റവറൻ ഷൈൻ അച്ഛന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നടന്നു വരികയാണ്. ഈ ഭവനത്തിലെ ബിന്ദു കുറേ വർഷമായി ശാരീരികമായ രോഗത്തിലാണ്. പ്രത്യേകമായി അവരുടെ രോഗമെന്ന് പറയുന്നത് ശരീരത്തിൽ അംഗഹീനയാണ്. കാലിൻ്റെ ഉപ്പുകുറ്റി പഴുത്ത് പല പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തെങ്കിലും സൗഖ്യം വരാതെ ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയൊക്കെ കഠിനമായ പ്രയാസം അനുഭവിച്ചുകൊണ്ട് വളരെ വ്യാകുലപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്നൊരു കുടുംബമാണ്. സാമ്പത്തികമായി വളരെ പരാധീനതയുള്ളൊരു കുടുംബമാണ്. ബിന്ദുവിൻ്റെ ഭർത്താവ് മാനസിക രോഗിയാണ്. അദ്ദേഹത്തെ കൊണ്ട് കുടുംബത്തിന് വളരെ പ്രതിസന്ധിയും വേദനയുമുണ്ട്. 2 മക്കളാണ്. ഒരു മകൾ SSLC പരീക്ഷ കഴിഞ്ഞ് +1 അഡ്മിഷൻ വേണ്ടി നിൽക്കുന്നു. അടുത്ത ആൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 കുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. സാമ്പത്തികമായി ബലഹീനത അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ശാരീരികമായ ബലഹീനതയിൽ വളരെ അവശത അനുഭവിക്കുന്ന ഒരു സഹോദരിയാണ് ബിന്ദു. ബിന്ദുവിന് മഹായുടെ വക പാലിയേറ്റീവ് കെയറിലൂടെ ലഭിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും സാന്ത്വനങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഈ അമ്മയുടെ പേര് നേശം എന്നാണ്. കുറേ കാലമായി കിടപ്പിലാണ്. ശരീരം ഇപ്പോൾ മുറിവുകൾ ബാധിച്ച് പാലിയേറ്റീവ് കെയർ ചെയ്യുന്ന ആളുകളിൽ എയർബെഡും അതോടൊപ്പം ഡോക്ടറിൻ്റെയും നേഴ്സിൻ്റെയും വൈദികരുടെയും ശുശ്രൂഷ വളരെ മനോഹരമായി ഇവർക്ക് നൽകി വരുന്നു. സുജിത്ത് എന്ന പ്രിയ സഹോദരൻ്റെ ഭവനത്തിലാണ് ഈ പകൽക്കാലം നാം ആയിരിക്കുന്നത്. ദക്ഷിണ കേരള മഹായിടവക പാലിയേറ്റീവ് കെയറിൻ്റെ ശുശ്രൂഷകൾ എല്ലാ മാസവും ഈ ഭവനത്തിന് ലഭ്യമാകുന്നു. സുജിത്തിന് 37 വയസ്സുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പേ ഒരു വൃക്ഷത്തിൽ നിന്ന് വീണാണ് ഈ നാളുകളിൽ ഈ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നത്. ശാരീരികമായി വളരെ വേദനയും അതോടൊപ്പം നല്ല മുറിപ്പാടുണ്ട്. അതൊരിക്കലും ഉണക്കാത്ത തരത്തിൽ ബട്ടക്സിൽ നല്ലൊരു മുറിവ് ഉണ്ട്. ആഴത്തിലുള്ള മുറിവാണ്. പാലിയേറ്റീവ് കെയറിൻ്റെ ശുശ്രൂഷകൾ ലഭ്യമായി വരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിതാവും കൃഷ്ണൻ 73 വയസ്സ് ക്യാൻസർ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നു. ഈ നാളുകളിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരുതുവാനും ദക്ഷിണ കേരള മഹായിടവക അഭിവന്യ മോഡറേറ്റ് തിരുമേനിയുടെയും മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ, അദ്ദേഹം തന്നെയാണ് പാലിയേറ്റീവ് കെയറിൻ്റെയും സെക്രട്ടറിയായി നാളുകളിൽ സേവനമനുഷ്ഠിക്കുന്നു. ബാലനാപുരം ഏരിയയിലുള്ള ശുശ്രൂഷയാണ് ഇന്നേ ദിവസം നടക്കുന്നത്. ബാലനാപുരം ഏരിയയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് രാജമണി അടിക്കലാണ്. ഈ ശുശ്രൂഷയിൽ വരികയും പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമായ കരുതൽ നൽകി വരുന്നു. ഈ കുടുംബത്തിന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് ഭാര്യയും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുമാണുള്ളത്. ഇങ്ങനെ കിടപ്പാണ്. ഒരുപാട് ആശുപത്രിയിലൊക്കെ ചികിത്സിച്ച് ഇന്നൊരു മാറ്റവും ഇല്ല. പിന്നെ നീരുപള്ളിയിലുള്ള പാലിയേറ്റീവ് കെയർ എല്ലാ മാസം തോറും വരും. എല്ലാ സുഖവും നോക്കും. BP, ഷുഗർ എന്നിവ ചെക്ക് ചെയ്ത് അതിൻ്റെ ഗുളികയൊക്കെ തരും. ഡയപ്പർ ഇതൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് വലിയ ആശ്വാസമാണ്. എല്ലാത്തിനും നന്ദി. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പായിട്ട് പാലിയേറ്റീവ് കെയറിന്റെ സെക്രട്ടറി പദവും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദക്ഷിണ കേരള മഹായിടവക ആകമാനം സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന, കഷ്ടത അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി പോലും ഇനി ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് മാത്രവുമല്ല, അതിലേക്കുള്ള പ്രവർത്തനവുമായി ഇനിയുള്ള നാടുകളിൽ മുഴുകുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ കഷ്ടതയിലായിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന, യാതനയിലായിരിക്കുന്ന രോഗപീഡിതരായ നമ്മുടെ സഹോദരീ സഹോദരന്മാരെ, ക്യാൻസർ ബാധിച്ചവരെ, HIV ബാധിതരായവരെ, എല്ലാ രീതിയിലും വ്യാകുലപ്പെടുന്നവരെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഭവനത്തിൽ ഇങ്ങനെ ഒരു സഹോദരന് ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എങ്ങനെ സഹായിക്കും എന്ന് സ്വയം ചിന്തിച്ച് അതിൽ നേർപകുതി
പങ്കാളികളായി സാമ്പത്തികമായി അവരെ സഹായിക്കുവാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണമെന്നാണ് ഇത്തരണത്തിൽ എനിക്ക് നിങ്ങളടുത്ത് പറയുവാനുള്ളത്. ഇന്നാളുകളിൽ ദക്ഷിണ കേരള CSI ദക്ഷിണ കേരള മഹായിടവകയിൽ വ്യാകുലപ്പെട്ട് കഴിയുന്നവർ, രോഗപീഡിതരായിരിക്കുന്നവർ, യാതനയിലായിരിക്കുന്നവർ, കഷ്ടതയിലായിരിക്കുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, പ്രതിസന്ധിയിലായിരിക്കുന്നത്, അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്, ഓരോ കുടുംബത്തിന്റെയും ധർമ്മമാണ്, ഓരോ സഭയുടെയും ധർമ്മമാണ്. നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിച്ച് CSI സഭയുടെ ഏകീകരണത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് പാലിയേറ്റീവ് കെയർ വഴി എനിക്ക് നിങ്ങളെ എല്ലാവരെയും ബോധിപ്പിക്കാനുള്ളത്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഒറ്റ ടാസ്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കുള്ള ആ ടാസ്ക് കാണിച്ചോ. ഈ സമയം സ്ക്രീനിൽ 5 ക്വസ്റ്റ്യങ്ങൾ തെളിഞ്ഞു വരും. അതിനുള്ള ഉത്തരങ്ങൾ ഈ വരുന്ന തിങ്കൾ, അതായത് നാളെ വൈകുന്നേരം കൃത്യം 5 മണിക്ക് മുൻപ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. 94 97 80 1994 ഈ നമ്പറിലേക്ക് ഉറപ്പായിട്ടും നാളെ വൈകുന്നേരം കൃത്യം 5 മണിക്ക് മുൻപ് അയച്ചു തരിക. പ്രിയപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾ, അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയിലും ഇതുപോലെ രോഗികളുണ്ടാകാം. കരുതുവാൻ വേണ്ടി, ഒരു നേരത്തെ സ്പർശനത്തിന് വേണ്ടി സമയം ചെലവിടുവാൻ വേണ്ടി ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുന്ന അമ്മയപ്പന്മാരും ഒരുപക്ഷെ നമ്മുടെ സഭയിലുണ്ടായിരിക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വേദനയിലും കണ്ണുനീരിലും അനുഭവത്തിലായിരിക്കുന്നവർ, ദരിദ്രരോടുള്ള ക്രൈസ്തവ പ്രതികരണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ അവർ ദരിദ്രരാണ്. ഒരുപക്ഷെ സമ്പത്ത് കൊണ്ടല്ലായിരിക്കാം, ചിലപ്പോൾ സ്നേഹത്തിന് ദരിദ്രരായിരിക്കാം, കരുതലിന് ദരിദ്രരായിരിക്കാം, അതെല്ലാം കുറവുകളുള്ളവരായിരിക്കാം. നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക, പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയറിനെ അറിയിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്നുള്ള സംഭാവനകൾ, അതുപോലെ തന്നെ സപ്പോർട്ടുകൾ പൂർണ്ണമായി ഈ ടീമിലേക്ക്, നമ്മുടെ പാലിയേറ്റീവ് കെയറിൻ്റെ ആ ഒരു സംഘടനയിലേക്ക് നമ്മളോട് കഴിയുന്ന രീതിയിൽ സഹായിക്കുക. യുവജനവാരം, കുടുംബവാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കുവാനുള്ളൊരു പ്രോഗ്രാം നിങ്ങളുടെ മിനിസ്ട്രിയിലൂടെ, നിങ്ങളുടെ പ്രോഗ്രാമിലൂടെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട അച്ഛനെയും അതിൻ്റെ വേണ്ടപ്പെട്ടവരെയും കോൺടാക്ട് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന ഞായറാഴ്ച പുതിയൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരും വരെ ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു.